ഹായ് വെൽക്കം ടു എൻട്രിയ IBPS RRB റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാമിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു വർഷം വരുന്ന എക്സാംസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പേര് ഒരുമിച്ച് എഴുതുന്ന ഒരു വർഷം നടക്കുന്ന എക്സാമിലെ ആദ്യത്തെ ഒരു എക്സാം കൂടിയാണ് നമ്മുടെ ഈ റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാംസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇതിന് മുമ്പ് വിളിക്കുന്ന ഒരേ ഒരു എക്സാം ബാങ്കിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ RBIയുടെ ഗ്രേഡ് ബിയുടെ എക്സാംസ് ആണ് യൂഷ്വലി നമുക്ക് അതിന് മുമ്പ് വരുന്ന എക്സാം. അപ്പോൾ അത് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യാറില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വരുന്ന ഒരു എക്സാമാണ് ഈ ഒരു RRBയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരിക്കും. നമുക്ക് അടുത്ത് വരുന്ന ഒരു 2 to 3 monthസിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ IPS RRBയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ IPS RRB എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു 2 ഏരിയാസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഈ ഒരു സീരീസ് വരെ, ഈ ഒരു സെഷൻ വഴി. അപ്പം നമ്മൾ ഇവിടെ നമ്മളിൻ്റെ മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ IPS RRBയുടെ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സെഷനാണ്. ഇവിടെ തൊട്ട് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഡെയിലി ഈ ഒരു സെഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ഡെയിലി ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വളരെ കുറച്ച് സമയം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എത്രത്തോളം ആയി എന്നുള്ളത് വിത്ത് ടൈമർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആ ടൈമിൻ്റെ അകത്ത് നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി കാണിച്ചു തരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് തൊട്ട് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനെ വളരെയധികം ഫോക്കസ് ചെയ്ത് ആ ഒരു ഏരിയാസ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഏരിയാസിനെ എങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആ ഒരു ടൈമിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കി തന്നെ നമുക്ക് മുമ്പോട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് ചെയ്ത് പോകാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയയിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു 37.5% ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് IPS RRBയിലേക്ക് വരുമ്പം അതിലെ ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പം നമുക്ക് സിംപ്ലിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യനിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ്, നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ ഏരിയയിൽ നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഓൾമോസ്റ്റ് 37.5% വരുന്നത് ഈ ഒരു സിംപ്ലിഫിക്കേഷനിൽ നിന്ന് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻസ്, ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വാമപ്പ് കൂടിയാവും നമുക്ക് ഇനി വരാതിരിക്കുന്ന അർദ്ധമാറ്റിക് ടോപ്പിക്സും BIയുടെ ഏരിയാസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്. സോ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ടൈമിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഒരു ചെറിയ ടൈമിൻ്റെ അകത്ത് നിന്ന് വളരെ പെട്ടെന്ന് ചെയ്തൊന്ന് കാണിക്കാം. അതിന് ശേഷം അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി നമുക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് ഒന്ന് ആൻസർ എടുക്കുന്നത് നമുക്ക് നോക്കാം. സോ 263 മൈനസ് 12 ഇൻറ്റു √25 എന്ന് പറയുന്ന 5 ആണ്. പ്ലസ് നമുക്ക് 462 ഡിവൈഡഡ് ബൈ 21 ഉണ്ട്. സോ 21 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 22 എന്ന് വരും. ഈ ഒരു ഏരിയ നമുക്ക് 60 എന്ന് വരും. സോ 60യും ഈ ഒരു 63യുടെ ഏരിയ മൈനസ് ചെയ്ത് 22 പ്ലസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 225 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ 225 ആണ് നമുക്ക് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഒന്ന് മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്യുക. ലൈക്ക് നമുക്ക് ഒരുപാട് സമയം ആക്ച്വലി എക്സാമിന് സിംപ്ലിഫിക്കേഷനിൽ പോകുന്നത് തന്നെ നമ്മൾ ഒരുപാട് എഴുതുമ്പോഴാണ് പോകുന്നത്. സോ എഴുതുന്നത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് എഴുതാതെ തന്നെ ആൻസർ എടുക്കാൻ ശ്രമിക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഒരു 20 സെക്കൻഡിനകത്ത് നമുക്കത് നല്ലപോലെ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കത് എഴുതി കാണിക്കുന്നതുകൊണ്ട് കൂടിയാണ് അത്രയും സമയം എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം പോലും എടുക്കത്തില്ല. അപ്പം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വളരെ പെട്ടെന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കവിടെ 263 ഉണ്ട്. മൈനസ് 12 ഇൻറ്റു നമുക്കവിടെ √25 എന്ന് പറയുന്നത് 5 ആണ്. ദെൻ നമുക്ക് പ്ലസ് 462 ഡിവൈഡഡ് ബൈ 21 ആണ് കൊടുത്തേക്കുന്നത്. ഇനി 21ഉം 462ഉം ഇങ്ങനെ ഡിവിഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് എല്ലാം പ്രോപ്പർ ഇൻറ്റിജർ ആണ്, ഡെസിമൽസ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ക്യാൻസൽ ആവുന്ന നമ്പർ ആയിരിക്കും. ഇനി എങ്ങനെ ക്യാൻസൽ ആവും എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ 21ന്റെ ഡബിൾ ആണ് 42 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 42 മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ 6ൽ നിന്ന് 2 പോയാൽ വീണ്ടും അവിടെ ഒരു 4 ആണ് വരുന്നത്. ലാസ്റ്റ് വീണ്ടും 42 ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് ആദ്യമേ ഒരു 2 വട്ടം പോകും. അതിനുശേഷം പിന്നെ ഇവിടെ നിന്നൊരു 4ഉം ഈ 2 കൂടി വരുമ്പോൾ വീണ്ടും 2 വട്ടം പോകും. അങ്ങനെയാണെങ്കിൽ നമുക്കത് 22 ടൈംസ് ആണ് അവിടെ പോകുന്നത് ആ 21 എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വന്നാൽ നമുക്ക് അവിടെ 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് 60 ആണ്. സോ നമുക്കതൊന്ന് എഴുതാം. സോ 263 മൈനസ് 60
പ്ലസ് 22 ആണ് നമുക്ക് ഇനി അവിടെ സോൾവ് ചെയ്യാനുള്ളത്. ഇനി ഒരുപാട് പേരും ചെയ്യുന്നൊരു കാര്യമാണ് ഇനി എഴുതി മൈനസ് ചെയ്യും പ്ലസ് ചെയ്യും ചെയ്യുന്നത്. സോ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. നിങ്ങൾ പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ 10 യൂണിറ്റ് പ്ലേസ് 0 ആണ്. ഓക്കെ, സോ അവിടെ ഒരു മൈനസ് ചെയ്താൽ ഒരു ചേഞ്ച് വരത്തില്ല. ഇനി ചേഞ്ച് എവിടെ വരാൻ പോകുന്നത് 10th പ്ലേസിൽ, ബിക്കോസ് ഇവിടെ 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 63 നിന്ന് 60 ആണ് മൈനസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇവിടുന്ന് ആ ഒരു 60യും ഇവിടുന്ന് ആ ഒരു 60 അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 6 അങ്ങ് മാറ്റുവാണെങ്കിൽ അവിടെ പിന്നെ 0 ആയിരിക്കും വരാൻ പോകുന്നത്. സോ നമുക്ക് ഇനി എന്തുണ്ട് 203 ഉണ്ട്, അതിന്റെ കൂടെ എന്ത് പ്ലസ് ചെയ്താൽ മതി, നമുക്ക് ആ 22 പ്ലസ് ചെയ്താൽ മതി. അപ്പൊ 03യിൽ നമ്മൾ 22 പ്ലസ് ചെയ്താൽ നമുക്ക് 25 എന്നായിരിക്കും വരുന്നത്. ആൻഡ് ആ ഒരു 2നെ കൂടി നമ്മൾ ഇനി എടുക്കുക. സോ 225 നോക്കിയാൽ സ്റ്റിൽ നമുക്ക് അവിടെ 2 സ്റ്റെപ്പേ വന്നിട്ടുള്ളൂ. നമ്മളത് പറഞ്ഞാൽ പോലും നമുക്ക് അവിടെ 2 സ്റ്റെപ്പേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിവിടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കാമായിരുന്നു, പക്ഷേ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാലുള്ള പ്രശ്നവും നമുക്കിവിടെ 3 ഓപ്ഷന്റെ അവസാനം എന്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് 5 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നൺ ഓഫ് ദീസിന്റെ ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. ക്ലിയർ? അപ്പൊ അതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റിനെ വളരെ സ്പീഡിൽ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റിന് ഒരു പെർസെൻറ്റേജ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വളരെ പെട്ടെന്ന് അതിനെ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതാം, സോ ദാറ്റ് ഞാൻ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇതാവാതിരിക്കാൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഞാൻ. +20% ഓഫ് 220 ഈക്വൽ ടു സംതിങ് ഇൻറ്റു 10%. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ റഫ് പേപ്പറിലേക്ക് എന്ത് എഴുതും, ആൻഡ് നമ്മൾ എന്താണ് വളരെ പെട്ടെന്ന് എടുക്കാൻ പോകുന്നത്, എങ്ങനെയാണ് വളരെ പെട്ടെന്ന് എടുക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ റഫ് പേപ്പറിലേക്ക് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നമ്മളിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ പെർസെൻറ്റേജ് ക്യാൻസൽ, ഈ 2 0 ക്യാൻസൽ ആവും. അത് നമ്മൾ സ്ക്രീനിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ 8 × 4 32 ആൻഡ് നമുക്കവിടെ ആ ഒരു 0 വരുന്നുണ്ട്. സോ അത് വരും. ദെൻ പ്ലസ് 4 × 8 നമുക്കവിടെ 32 വരുന്നുണ്ട്. ദെൻ 20% വരുമ്പോഴും ഇവിടെ ഇത് ക്യാൻസൽ ആയി നമുക്കിവിടെ 44 വരുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 300 20 50 90 96 വരും. ആൻഡ് ദെൻ ഈ 0 നമുക്ക് ഇവിടെ ഒരു 10% ഉണ്ടായിരുന്നു. ആ ഒരു 10% എന്ന് പറയുമ്പോൾ 1/, ഈ ഒരു 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. സോ ആ ഒരു 10 നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കൈൻഡ് ഓഫ് ഒരു x × 10% കഴിഞ്ഞാൽ 1/10 ആണ്. നമ്മൾ ആ 0 കൂടി ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 3960 എന്ന് വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 3960 ആണ് ആൻസർ. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇവിടെയും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ സ്ക്രീൻ നമുക്കത് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ ദാറ്റ് അതെല്ലാം ക്യാൻസൽ ആകും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഗെയിൻ ഒരു സ്റ്റെപ്പ് മാത്രമാണ് അവിടെ വരുന്നത് സോൾവ് ചെയ്യാൻ നേരത്തെ. ഓക്കെ, അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ എടുക്കാൻ പറ്റും എന്നുള്ളത് പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴെങ്കിലും ഇതേപോലെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ 2 0 ഉണ്ടോ എന്ന് നോക്കുക, 0s ക്യാൻസൽ ചെയ്യുക. അതേപോലെ ഇവിടെ നോക്കിക്കേ, പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്തു, ഇവിടെ നിന്ന് നമ്മൾ ഈ 0യും ഈ 0 ആണ് ക്യാൻസൽ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സിനെ എടുക്കുമ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്യും 44 × 8 പേപ്പറിൽ പോയി ചെയ്യും. അത് ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് 8 × 44 ഡയറക്ട്ലി ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ 8 × 40 + 4 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ചെയ്ത് പഠിക്കണം. നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്രോച്ച്. അങ്ങനെയാണെങ്കിൽ 8 × 4 32 ആണ് നിങ്ങൾക്കറിയാം. അത് കൂടാതെ ആ 0യും ദെൻ 4 × 8 32. അതാണ് നമ്മളവിടെ 320 + 32 എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ പ്ലസ് അവിടെ നിന്ന് നമുക്ക് 2 × 22 ഉണ്ട്, അത് നമുക്ക് 44 എന്ന് വരും. ദെൻ ഒന്ന് പെട്ടെന്ന് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 20 + 30 50 50 + 40 90. പിന്നെ അവസാനത്തെ നമ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ 2ഉം ഇവിടെ 4ഉം, സോ 96. പിന്നെ ഇവിടെ 3 ഉണ്ടായിരുന്നു, ആ 3 എടുത്തു. ഇവിടുത്തെ 0 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ 0 നമ്മൾ എടുത്തു. സോ ആൻസർ 3960. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ബിക്കോസ് നമുക്ക് ഇവിടെ 396 കിട്ടിയെങ്കിലും ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാ ഓപ്ഷനിലും 0യുടെ തൊട്ട് മുമ്പിൽ എന്താണ് കിടക്കുന്നത് 6 ആണ് കിടക്കുന്നത്. ഒരു ഓപ്ഷനിൽ മാത്രമേ ആ 6 ഇല്ലാത്തതുള്ളൂ. സോ അഗെയിൻ നമുക്കവിടെ ആ ഒരു യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് അത്രയും പോസിബിൾ അല്ലായിരുന്നു. സോ തേർഡ് ക്വസ്റ്റിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ ഒന്ന് എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി 18 × 1/7 × 1/5 × 105 + 210. അങ്ങനെയാണെങ്കിൽ 7 × 5 35, നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ടൈംസ് വരും. സോ 3 × 18 54 + 210. സോ 10ൻ്റെ കൂടെ 54 പ്ലസ് ചെയ്താൽ 64 എന്ന് വരും. സോ ഓപ്ഷൻ്റെ അവസാനം 64 ഉള്ളതാണ് ആൻസർ. സോ 264 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അഗെയിൻ 20 സെക്കൻഡ്സ്. നമുക്കൊരു 2 സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു 2 സ്റ്റെപ്പിൻ്റെ അകത്ത് നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇനി ഇവിടെ എന്തായിരുന്നു സ്പെഷ്യൽ? ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ 2 വട്ടം എന്ത് കൊടുത്തിട്ടുണ്ട്, സക്സസീവ് ആയിട്ട് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്കും അത് വരുമ്പോൾ ഒരു ഡൗട്ടാണ്, അതിനെ എടുക്കേണ്ടി എങ്ങനെ 18 / 7 18 / 7
എഗെയിൻ 7 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ഒരുപാട് പേരും അതിനെ അറിയാതെ 7 ഡിവൈഡ് ബൈ 5, അപ്പോൾ 5 അങ്ങ് മുകളിൽ എടുക്കും, 7 താഴെ വന്നുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ എടുക്കാറുണ്ട്. ഇത് തെറ്റാന്നുള്ളത് അറിഞ്ഞിരിക്കുക. നിങ്ങളത് എടുക്കുമ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സിമ്പിളായിട്ട് എടുക്കേണ്ടത് ഈ രീതിയിലാണ് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 18, അതിനുശേഷം ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഇൻറ്റു ആക്കിയിട്ട് അടുത്ത നമ്പറിനെ എന്ത് ചെയ്യുക, അങ്ങ് ഇൻവേഴ്സ് ആക്കുക. ഇനി വീണ്ടും ഡിവിഷൻ ആണ് കിടക്കുന്നത്, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇൻറ്റു ഇടുക, എന്നിട്ട് അടുത്ത നമ്പറിനെ എന്ത് ചെയ്യുക, അങ്ങ് ഇൻവേഴ്സ് ആക്കുക. നോക്കി, അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് വരത്തേയില്ല. അപ്പോൾ അതിനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനല്ല എടുക്കേണ്ടത്, ആ 7ഉം ആ 5ഉം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവിഷൻ കഴിഞ്ഞ് ഇനി വരുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ എവിടെ ആയിരിക്കും വരുന്നത്, താഴെ ആയിരിക്കും വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു നമ്പർ എ ഡിവൈഡഡ് ബൈ ബി ദെൻ ഡിവൈഡ് ബൈ സി ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞുകൊണ്ട് അത് പോകുകയാണെങ്കിൽ നമുക്ക് എ മാത്രമേ മുകളിൽ വരത്തുള്ളൂ, ബാക്കിയുള്ള ബിയും സിയും ഡിയും എല്ലാം തന്നെ നമുക്കവിടെ താഴെ ഇൻ ഫോം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എടുക്കാനും എക്സാമിൽ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം റിപ്പീറ്റ് ആവുന്ന ഒരു പാറ്റേൺ കൂടിയാണ് അത്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ 7 × 5 35 വരുന്നുണ്ടായിരുന്നു. 35ഉം 105ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ടൈംസ് ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ 3 × 18 54ഉം അവർ അവസാനം 210 ഉണ്ടായിരുന്നു. നമ്മൾ 10ഉം 54ഉം പ്ലസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 64 ആണ് വരാൻ പോകുന്നത്. ഓപ്ഷനിൽ 64 അവസാനമുള്ളതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാം. 2 എടുത്തില്ലെങ്കിലും നമുക്ക് സ്റ്റിൽ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ അടുത്തതും ഇതേപോലെ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റിന്റെയും സൊല്യൂഷനിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും 25 ഉണ്ട്, ഇൻറ്റു 25, ഇവിടെ ഇൻറ്റു 25 ഉണ്ട്. സോ 25 കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ 61 - 15 വരും. സോ അതെന്ന് പറയുന്നത് 46 എന്ന് വരും. ദെൻ ഇവിടെ ഒരു പ്ലസ് 30 ഉണ്ട്, അത് നമുക്ക് ഇപ്പുറത്ത് വന്നാൽ -30 ഈക്വൽ ടു സംതിങ് എന്ന് വരും. സോ 25 × 46, ഇപ്പോൾ 25 × 40 എന്ന് പറയുന്നത് നമുക്കത് 1000 എന്ന് വരും. ദെൻ അത് നമുക്ക് 150 എന്ന് വരും, -30 എന്ന് വരും. 115 30 മൈനസ് 120 എന്ന് വരും. ആ ഒരു 1000 മുമ്പ് ഇട്ട് കൊടുത്താൽ 1120 എന്ന് വരും. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അഗെയിൻ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വന്നു. അപ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വലിയൊരു ഷോർട്ട് കട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഒരു പാറ്റേൺസോ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 വട്ടം 25 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വട്ടം 25 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 25 കോമൺ എടുക്കാം. സോ 25 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ബ്രാക്കറ്റിൽ വരുന്നത് 61 - 15 ആണ്. അതുകൂടാതെ അപ്പുറത്തുള്ള പ്ലസ് 30 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന -30 ആവും, ഈക്വൽ ടു സംതിങ്. സോ 61 - 15 എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് 46 ആണ്. ഇൻറ്റു നമുക്ക് അവിടെ എന്തുണ്ട്, 25 ഉണ്ട്, ആൻഡ് ദെൻ -30 ഉണ്ട്. സോ ഇനി ഇത് സോൾവ് ചെയ്യാം. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 46നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ 46നെ നിങ്ങൾക്ക് എന്തെന്ന് അപ്രോച്ച് ചെയ്യാം, 40 + 6 എന്ന് അപ്രോച്ച് ചെയ്യാം. അതിനുശേഷം 25 മുമ്പിലും ആൻഡ് ദെൻ -30. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 × 25 100 ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ 0 കൂട്ടി ഇടുമ്പോൾ നമുക്ക് എന്ത് വരും, 1000 എന്ന് വരും. ദെൻ 25 × 6 നമുക്കറിയാം 150 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ അപ്രോച്ച്, നമ്പറിനെ എന്ത് ചെയ്തു, സൈഡിൽ പോയി മൾട്ടിപ്ലൈ ചെയ്യാതെയോ റഫ് വർക്ക് ചെയ്യാതെയോ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്തു. ദെൻ -30. അപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റും 115 30 മൈനസ് 120, പിന്നെ 1000ന്റെ 1 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1120 എന്ന് ആൻസർ വരും. ഓക്കെ, വളരെ പെട്ടെന്ന് വന്നില്ലേ? ആൻഡ് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ 5 സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത്. ആൻഡ് വരുന്ന സെഷൻസിൽ ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. എഗെയിൻ കുറച്ചൊരു മൾട്ടിപ്ലിക്കേഷനും ഇതെല്ലാം ഉള്ള ഒരു ഇച്ചിരി വലിയൊരു നമ്പറാണ്. അപ്പോൾ നമുക്കത് 20 സെക്കൻഡിൽ തീരുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ ഒരു 1331 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്നത് 121 ആണ്, പ്ലസ് 90 × 104. അപ്പോൾ അതൊരു ഇച്ചിരി വലുതാണ്. സോ നമുക്ക് എടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നമുക്കത് 9000 അങ്ങ് എടുക്കാം, എന്ന് ഞാൻ 90 × 100 എടുക്കാം. ദെൻ 4 × 90 നമുക്ക് 360 എന്ന് വരും. ഇതൊന്ന് ആഡ് ചെയ്താൽ മതി. സോ 9000 3 + 1 നമുക്കവിടെ 4, 21 + 61 നമുക്ക് 81. നോക്കിയേ, 9481. അങ്ങനെയാണെങ്കിൽ 9481 ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ. ഓക്കെ, വളരെ പെട്ടെന്ന് വന്നില്ലേ? ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഏകദേശം നമുക്ക് ആ 20 സെക്കൻഡ് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതിനെ ഒന്ന് പ്രോപ്പർലി ഒന്നുകൂടി ഒന്ന് സ്ലോ ആയിട്ട് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1331 ഡിവൈഡ് ബൈ 11 നമുക്കറിയാം. 1331 എന്ന് പറഞ്ഞാൽ എന്താണ്, 11ന്റെ ക്യൂബ് ആണ്. 11ന്റെ ക്യൂബിനെ നമ്മൾ 11 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, 11ന്റെ സ്ക്വയർ വരും. 11ന്റെ സ്ക്വയർ എന്താണ്, 121 ആണ്. പ്ലസ് ഇനി 90 × 104 ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് 90 × 104 ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 104 അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, നമുക്ക് 90 × 100 + 4 എന്ന് അപ്രോച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ സെയിം അപ്രോച്ച്, സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 90 × 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാതെ 9000 ആണ്. 4 × 9 എത്ര ആണ്,
36, പിന്നെ ഒരു 0 കൂടി ഉണ്ട്, ആ 0 ഇട്ട് കൊടുക്കുക, ആൻഡ് ആ 121 അവിടെ. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വളരെ ഡയറക്ട്ലി ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതിയേക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ബാക്കിൽ നിന്ന് നമ്മൾ എഴുതി ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഒരു ഓരോ യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ് പിക്ക് ചെയ്ത് വന്നു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 മാത്രമേ ഉള്ളൂ അവസാനം. സോ 1 വന്നു. നമുക്കിവിടെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം വെച്ച് ആൻസർ മാർക്ക് ചെയ്യാമായിരുന്നു. ഓപ്ഷനിൽ അവസാനം 1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ആക്ച്വലി ആ 60യും ആ 20 കൂടി പ്ലസ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് 80 എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 81, ഡയറക്ട്ലി ഈവൻ 21 പ്ലസ് 60 81 എന്ന് എടുക്കാൻ പറ്റും. ദെൻ നമുക്കവിടെ ആ ഒരു 94. അപ്പോൾ അത് നമുക്ക് അവിടെ 9 ഉണ്ട്, ആൻഡ് അത് കൂടാതെ ഈ 3+1 നമുക്ക് അവിടെ നിന്ന് 4 വരുന്നുണ്ട്. സോ ഈ ഒരു സീരീസിൽ നമ്മൾ 5 സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു IBPS RRBയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ ഒരു ഇപ്പോഴത്തെ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഈവൻ കേൾക്കുവാണെങ്കിൽ പോലും, നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണ്, ബാങ്ക് എക്സാംസിന് വേണ്ടി ആദ്യമായിട്ടൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഈ ചെയ്ത രീതിയിലൊക്കെയുള്ള ആ ഒരു ട്രിക്സ് ഒക്കെ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നത്, ഇങ്ങനെയൊക്കെയും ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻസ് നിങ്ങളിപ്പം ആദ്യമായിട്ട് പഠിച്ചൊക്കെ തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയും നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടിയും RRBക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് എൻട്രി ലോഞ്ച് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് എടുത്തു പറയേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമുക്ക് ഈ ഒരു അതേപോലത്തെ ഒരു എക്സാംസിനൊക്കെ കോച്ചിങ് കിട്ടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും Tier 1 കോച്ചിങ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ബാച്ചിന്റെ സ്പെഷ്യൽ ബാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾക്ക് പ്രിലിംസിന്റെ കോച്ചിങ് ഡെഫിനറ്റ്ലി കിട്ടും. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെയിൻസിന്റെ ഫ്രീ എന്താ പറയുക പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ ഇന്റർവ്യൂ, RRBയുടെ PO ക്ലിയർ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ അതിന്റെ മെയിൻസും അതിന്റെ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷനും, ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ അതൊരു വളരെ വലിയൊരു ഹൈലൈറ്റ് ആണ്. ആ ഒരു ക്ലിയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആ ഒരു മെയിൻസ് ആൻഡ് ഇന്റർവ്യൂയുടെ പ്രിപ്പറേഷൻസിനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ എൻട്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ബാച്ച് തുടങ്ങുമ്പോൾ തന്നെ ബാച്ചിൽ ഡെഫിനറ്റ്ലി മെന്ററുടെ സപ്പോർട്ട് കാണും. അതുപോലെ തന്നെ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിന്റെ ഇടയ്ക്ക് 250+ സ്റ്റുഡൻസ് ആണ് IPSന്റെ എക്സാംസ് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, നിങ്ങളുടെ അത് ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ട്രാക്കും പ്രോപ്പർലി തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു മോക്ക് ടെസ്റ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു ആപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ സൈഡിൽ നിന്ന്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിന്റെ സൈഡിൽ നിന്നായിരിക്കും നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു IBPS RRB സ്പെഷ്യൽ ബാച്ചിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻസ് എടുക്കണമെങ്കിലും, നമ്മളിപ്പോൾ ചെയ്ത രീതിയിലൊക്കെ തന്നെ വളരെ സ്പീഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ളത് പഠിക്കണമെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് 7736122215 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് അറിയാൻ പറ്റും. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻസ് ആണ് നോക്കിയത്. ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡെയിലി ഒരു സീരീസ് പോലെ തന്നെ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു സീരീസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തന്നെ മുമ്പിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നാളെ നമുക്ക് ഇതിന്റെ റിമൈനിങ് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കും. സോ നമുക്ക് ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. താങ്ക് യു.